സന്ധ്യാസമയത്ത് രാമായണം പാരായണം ചെയ്യരുത് എന്ന് പറയുന്നതിന്റെ സത്യാവസ്ഥ. രാമായണം പാരായണം ചെയ്യുമ്പോൾ സമയം ഒരു പ്രശ്നമേയല്ല. രാവിലെ, വൈകുന്നേരം, രാത്രി നിങ്ങളുടെ സൗകര്യമനുസരിച്ച് ഏത് സമയത്തും പൂർണ്ണ ഏകാഗ്രതയോടെ രാമായണം വായിക്കാം. ചിലർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, സന്ധ്യാസമയത്ത് രാമായണം പാരായണം ചെയ്താൽ ശ്രീരാമഭക്തനായ ഹനുമാൻ കോപിക്കുമെന്ന്. കാരണം ആ സമയത്ത് ഹനുമാന് രാമനാമം ജപിക്കുകയാണെന്നും രാമായണ പാരായണം അദ്ദേഹത്തിന്റെ ഭജനത്തിന് തടസ്സമാകുമെന്നുമാണ് അവർ പറയുന്നത്. ഇത് തികച്ചും അടിസ്ഥാനരഹിതമായ ഒരു അന്ധവിശ്വാസമാണ്. ഭക്തിയോടെ ഈശ്വരനെ ഭജിക്കുന്നവരെ ദേവന്മാർ ഒരിക്കലും കോപിക്കുകയില്ല, പ്രത്യേകിച്ചും അമൃതസ്വരൂപിയായ ഹനുമാൻ സ്വാമി. സന്ധ്യാസമയത്ത് രാമായണം വായിക്കുന്നത് ഒഴിവാക്കണം എന്ന് പറയുന്നതിന് മറ്റൊരു കാരണമുണ്ട്. എവിടെ രാമായണ പാരായണം നടന്നാലും അവിടെയെല്ലാം ആനന്ദ കണ്ണീരൊഴുക്കി ഹനുമാൻ അത് കേൾക്കാൻ ഇരിക്കുമെന്നാണ് വിശ്വാസം. ഹനുമാനെ കൂടാതെ ദേവന്മാർ, ഗന്ധർവന്മാർ, കിന്നരന്മാർ, യക്ഷന്മാർ, പരേതാത്മാക്കൾ എന്നിവരും ഈ പാരായണം കേൾക്കാൻ സന്നിഹിതരാകും. സന്ധ്യാസമയത്ത് രാമായണം പാരായണം ചെയ്താൽ ഈ പറഞ്ഞവരെല്ലാം അവരുടെ സന്ധ്യാവന്ദനം മുടക്കേണ്ടിവരും. ഹനുമാൻ എല്ലാ സന്ധ്യയിലും തർപ്പണമുണ്ട്. നാരദൻ നിവേദ്യം സന്ധ്യക്കാണ്. അതുപോലെ ചില അമൃതസ്വരൂപികളായ ബ്രാഹ്മണശ്രേഷ്ഠന്മാർക്ക് സന്ധ്യാവന്ദനമുണ്ട്. അവർക്ക് അവരുടെ കർമ്മങ്ങൾ മുടങ്ങാതെ നടത്താൻ വേണ്ടിയാണ് സന്ധ്യയ്ക്ക് രാമായണ പാരായണം നിർത്തിവെച്ച് സന്ധ്യാവന്ദനം കഴിഞ്ഞ ശേഷം തുടരുന്നത്. അല്ലാതെ സന്ധ്യയ്ക്ക് രാമായണം വായിക്കുന്നത് കൊണ്ട് യാതൊരു ദോഷവുമില്ല, എപ്പോൾ വായിച്ചാലും പൂർണ്ണ ഭക്തിയോടും ഏകാഗ്രതയോടും കൂടി വേണം എന്ന് മാത്രം.